ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നൂൽപുട്ടും കടലക്കുറുമി ഉണ്ടാക്കാം. അപ്പോൾ കുറുമ ഉണ്ടാക്കാൻ ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്, ഉള്ളി ഇടാം. അപ്പോൾ അത് ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ബാക്കിയുള്ള സാധനങ്ങൾ ഇടുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ 1 ടീസ്പൂണ്, ഓരോ ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയൊക്കെ പച്ച മണം മാറി. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം, എന്താണ് പറയുക, തക്കാളി. അതൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്. ഇനി നമുക്ക് കടല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. കടലക്കറിയല്ലേ, ചിലപ്പോൾ ഉപ്പ് ജാസ്തി ആയാൽ ഒന്നിനും കൊള്ളാണ്ടാവും. കമ്മിയാക്കാൻ പറ്റില്ലല്ലോ. കൂടുതലാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്മിയാക്കുമ്പോൾ നമുക്ക് ഇട്ടിട്ട് കറക്റ്റാക്കാം. അപ്പോൾ അത് വെന്ത് വരട്ടെ. ഇനി ഇത് അടച്ച് മൂടിയിട്ട് ഒരു 3 വിസിൽ വരട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മക്കളെ, നമുക്ക് നൂൽപുട്ടിന് പൊടി വാട്ടാം. അപ്പോൾ മക്കളെ, നമുക്ക് കടലക്കറിയിലേക്ക് തേങ്ങ അരക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് പൊളിച്ചതാണ് കേട്ടോ. പൊളിച്ചതിൽ ഒരു 10 കഷ്ണം, പിന്നെ 1 ടീസ്പൂണ് വേണ്ട, 1 ടീസ്പൂണ് കസ്കസ്. അപ്പോൾ മക്കളെ, നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം. ഇളക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം. കറിവേപ്പില കിട്ടിയില്ല മക്കളെ, അപ്പോൾ തൊടിയിൽ പോയി നോക്കിയപ്പോഴാണ് കിട്ടിയത്.
ഉപ്പൊക്കെ പാകമാണ്. ഉപ്പൊന്നും ഇനി ഇടണ്ട. ഇതൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് മക്കളെ ചാറ് തിളച്ചു. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില ഇപ്പോഴാണ് കിട്ടിയത്. ചെടിയിൽ പോയി നോക്കിയപ്പോഴേ ഇപ്പോഴാണ് കിട്ടിയത്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ വീണ്ടും ഇറക്കി വെക്കാം. ഇനി നമുക്ക് നൂൽപുട്ട് പീച്ചാം. അപ്പോൾ നമുക്ക് ഈ നൂൽപുട്ട് വേവിക്കാൻ വെക്കാം മക്കളെ. അപ്പോൾ നമുക്ക് നൂൽപുട്ട് വെന്തോ നോക്കാം. നൂൽപുട്ടൊക്കെ വെന്തിരിക്കുന്നു. ഇനി ഇതൊന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്ത് വെക്കുക ചെയ്യുക. അല്ല പറഞ്ഞാൽ കയ്യപ്പോൾ നമുക്ക് പേടിയില്ലല്ലോ, പൊള്ളും എന്നുള്ള പേടിയില്ല. ഇങ്ങനെ തന്നെ ഞാൻ എടുക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ പിന്നെ കാണാം. അടുത്തൊരു ദിവസം വരാം. അസ്സലാമു അലൈക്കും.